നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസഫലം. മിഥുനക്കൂർ. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരം, തിരുവാതിര, പുണർദം. മിഥുനക്കൂറുകാർ ഒക്ടോബർ മാസം ഏറെ ശ്രദ്ധ ചെലുത്തേണ്ട മാസമാണ്. മിഥുനക്കൂറുകാർ തൊഴിലിടങ്ങളിൽ പ്രത്യേകം കരുതലെടുക്കേണ്ട മാസമാണ്. നിങ്ങളുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളിലും വളരെ മിതത്വം പാലിക്കണം. തൊഴിലിടങ്ങളിൽ സംസാരം കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ആയതിനാൽ വളരെ ശ്രദ്ധിക്കുക. തൊഴിലിടങ്ങളിൽ ടെൻഷൻ, മനോവിഷമങ്ങൾ, പ്രയാസങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾക്ക് സാഹചര്യം നിലനിൽക്കുന്നു. തൊഴിൽ യാത്രകൾ ഉണ്ടാകാം. തൊഴിൽ യാത്രകളിൽ ശ്രദ്ധിക്കുക. ഉദ്യോഗാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും ഗുണം ലഭിക്കും. തൊഴിലന്വേഷകർക്ക് യാത്രകൾ ഉണ്ടാകും. വിദേശ യാത്രകളോ ദീർഘദൂര യാത്രകളോ ഉണ്ടാകാം. തൊഴിലന്വേഷകർക്ക് യാത്രകൾ കൊണ്ട് ഗുണം ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ ഇടവരുന്ന സമയമാണ്. പഠനത്തിൽ ശ്രദ്ധ പുലർത്തിയാൽ മികച്ച നേട്ടങ്ങൾ തന്നെ കരസ്ഥമാക്കാവുന്നതാണ്. ഉപരിപഠനത്തിനായി ലക്ഷ്യം വയ്ക്കുന്നവർക്ക് അതിലെ തടസ്സങ്ങൾ മാറുന്നതായിരിക്കും. ഉപരിപഠന സാധ്യതകൾ നിറവേറ്റാനാകും. ഉപരിപഠനത്തിനായി വിദേശ യാത്രകൾ ഉണ്ടാകാം. യാത്രകൾ കൊണ്ട് ഗുണം ലഭിക്കും. ബിസിനസ് സംരംഭങ്ങൾ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ അനുകൂലമായ സമയമാണ്. എന്നാൽ ബിസിനസ് കാര്യങ്ങളിൽ വാക്ക്, സംസാരം എന്നിവ മൂലം പ്രയാസങ്ങൾ അനുഭവിക്കാം. ആശയവിനിമയത്തിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കൂട്ടുകച്ചവടങ്ങൾ, കൂട്ടുബിസിനസ് എന്നിവയിൽ ശ്രദ്ധ പുലർത്തുക. വാക്തർക്കങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ബിസിനസ് കാര്യങ്ങളെ ചൊല്ലി പ്രശ്നങ്ങൾക്ക് ഇടവരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ്സിൽ നിന്ന് ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചമുണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. ധനവിനിമയത്തിൽ ശ്രദ്ധ പുലർത്തുക. സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കാം. വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കാതെ ഈ മാസം മുന്നോട്ടു പോകാൻ കഴിയുന്നതാണ്. ചിലവുകളിൽ കരുതലെടുക്കണം. അനാവശ്യ ചിലവ്, ധൂർത്ത് എന്നിവ ഒഴിവാക്കേണ്ട സമയമാണ്. മിഥുനക്കൂറുകാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. ആരോഗ്യത്തിൽ ഏറെ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. യാത്രകളിൽ ശ്രദ്ധ ചെലുത്തുക. ഡ്രൈവിംഗ് ചെയ്യുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും കരുതലെടുക്കുക. യാത്രകളിൽ യാത്രാക്ലേശങ്ങൾ, അപകട സാധ്യതകൾ എന്നിവ ഉണ്ടാകാം. ശരീരത്തിൽ മുറിവ്, ചതവുകൾ, പരിക്ക് എന്നിവ സംഭവിക്കാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധ വേണം. പൊള്ളൽ, ത്വക്കിലെ മുറിവ് എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ഇലക്ട്രിക് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, ഗ്യാസ് ഏജൻസിയിൽ ജോലി ചെയ്യുന്നവർ, ടെക്നിക്കൽ ജോലികളിൽ ഇടപെടുന്നവരും ജോലി ചെയ്യുന്നവരും ഏറെ ശ്രദ്ധിക്കണം. തൊഴിലിടങ്ങളിൽ നിന്നും മുറിവുകളോ പൊള്ളലോ ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ ഏറെ ജാഗ്രത പുലർത്തുക. വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരും ഗൃഹോപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോഴും കരുതലെടുക്കുക. യാത്രകളിലും ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ ചികിത്സകൾ, വ്യായാമങ്ങൾ, ഭക്ഷണ ക്രമീകരണം എന്നിവയിൽ ശ്രദ്ധിക്കുക. മിഥുനക്കൂറുകാർ ഒക്ടോബർ മാസം ഏറെ ശ്രദ്ധ ചെലുത്തി തന്നെ മുന്നോട്ടു പോകേണ്ടതായ മാസം തന്നെയാണ്. മിഥുനക്കൂറുകാർക്ക് വിവാഹ ആലോചനകൾക്ക് അനുകൂല സമയമാണ്. വിവാഹ ആലോചനകളിൽ നിന്ന് ഗുണം ലഭിക്കാം. വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ മാറുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ ഐക്യം, സമാധാനം എന്നിവ ഉണ്ടാകും. ഒക്ടോബർ മാസാവസാനങ്ങളിൽ സംസാരത്തിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. മാസാവസാനങ്ങളിൽ പ്രണയബന്ധങ്ങളിൽ ഐക്യക്കുറവ് ഉണ്ടാകാൻ ഇടവരുന്നതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ
തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. സംസാരത്തിലെ അശ്രദ്ധ മൂലം പ്രയാസങ്ങൾ നേരിടാം. എന്നാൽ തെറ്റിദ്ധാരണകളും വാക്തർക്കങ്ങളും പരിഹരിക്കാവുന്ന കാലം കൂടിയാണ് ഈ ഒക്ടോബർ മാസം. കുടുംബ ബന്ധങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. തർക്കങ്ങൾ എന്നിവയ്ക്ക് ഇട കൊടുക്കാതെ മുന്നോട്ടു പോയാൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. മിഥുനക്കൂറുകാർ ഒക്ടോബർ മാസം ഏറെ ശ്രദ്ധിച്ച് മുന്നോട്ടു പോകേണ്ടതായ മാസമാണ്. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ.